തെന്മല വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി വനം വകുപ്പ്. വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൽ വീണ് ഒരാൾ മരണപ്പെടുകയും സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൽ ഒരാൾ കുടുങ്ങുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് നടപടി. അതേസമയം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങൾ സന്ദർശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തി കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മനം കവരുന്ന കാനനഭംഗിയും വെള്ളച്ചാട്ടവുമാണ് വെള്ളരിമേട്ടിനെയും സീതാർകുണ്ടിനെയും വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കി മാറ്റുന്നത്. പക്ഷേ വെള്ളരിമേട്ടിലും സീതാർകുണ്ടിലും അപകട സാധ്യതകളേറെയെന്ന് സമീപകാല സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. വെള്ളരിമേട്ടിൽ കഴിഞ്ഞ 8 മാസത്തിനിടെ കാഴ്ചകൾ കാണാനെത്തിയ 2 പേരുടെ ജീവനാണ് പാറയിൽ തലയടിച്ചു വീണ് പൊലിഞ്ഞത്. സീതാർകുണ്ടിൽ കഴിഞ്ഞ ദിവസം പെട്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് കുടുങ്ങിയ ആളെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. അല്പം ശ്രദ്ധിച്ചു മലകയറിയാൽ വെള്ളരിമേട്ടിലെ വെള്ളച്ചാട്ടം കണ്ടുമടങ്ങുന്നതിൽ വലിയ അപകട ഭീഷണിയില്ലെന്നാണ് സഞ്ചാരികൾ പറയുന്നത്. സാഹസികത കൊണ്ടും വഴിതെറ്റിയുമെല്ലാം വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് കയറിയെത്തുന്നത് അപകടം ക്ഷണിച്ചുവരുത്തും. സീതാർകുണ്ടിലാകട്ടെ നീരൊഴുക്കിൽ ഇറങ്ങി കുളിക്കുന്നതും പാറയുടെ മുകളിൽ നിന്നും കയത്തിലേക്ക് ചാടുന്നതും അപകടമാണ്. പലപ്പോഴായി 10ഓളം ജീവാപായങ്ങൾ സീതാർകുണ്ടിലുമുണ്ടായിട്ടുണ്ട്. കളക്ടറുടെ ഉത്തരവ് പ്രകാരവും ഇത്തരം സംഭവങ്ങൾ കണക്കിലെടുത്തുമാണ് വനംവകുപ്പ് നിയന്ത്രണം കടുപ്പിച്ചത്. നമ്മുടെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ അനിയന്ത്രിതമായ തിരക്കാണുള്ളത്. ഈ ഒരു വർദ്ധിച്ചു വരുന്ന മഴയുടെ അളവ് വല്ലാണ്ട് കൂടുതലാണ്. മാത്രമല്ല നെല്ലിയാമ്പതി പെയ്യുന്ന മഴ നമുക്ക് ഈ സീതാർകുണ്ട് താഴെ നിന്നാൽ കാണാൻ കഴിയില്ല. അപ്പോൾ വളരെയധികം മഴ മേലെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതും അതിലേക്ക് ഇറങ്ങുന്നതും വളരെ അപകടമാണ്. എന്തായാലും ഇപ്പോൾ കളക്ടറുടെ ഉത്തരവുണ്ട്. 5 ദിവസത്തേക്ക് വെള്ളച്ചാട്ടത്തിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കൊല്ലങ്കോട് റേഞ്ചിൻ്റെ കൊല്ലങ്കോട് സെക്ഷൻ പരിധിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾക്കെല്ലാം സഞ്ചാരികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി ബോർഡുകൾ അതുപോലെ റിബൺ കെട്ടി വെച്ചിട്ടുണ്ട്. കളക്ടറിൻ്റെ ഉത്തരവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും നമ്മുടെ തദ്ദേശീയരും അതുപോലെ പുറത്തുനിന്നുള്ള ആളുകളെല്ലാം ഇതിൽ വളരെ ശ്രദ്ധിക്കണം. നിയമങ്ങൾ അനുസരിക്കാൻ തയ്യാറാവണം. നിയമം ലംഘിക്കുന്നത് ശിക്ഷാർഹമാണ്. അപ്പോൾ എല്ലാ ആളുകളും ഈ അവസരത്തിൽ സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ബുധനാഴ്ച രാവിലെ വെള്ളച്ചാട്ടം കാണാനെത്തിയ അന്യജില്ലക്കാരായ 20ഓളം യുവാക്കളെ വനമുദ്യോഗസ്ഥർ തിരിച്ചയച്ചു. നെല്ലിയാമ്പതി മലനിരകളിൽ മഴ ശക്തമായതിനാൽ വെള്ളച്ചാട്ടങ്ങളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ടെന്നും മുന്നറിയിപ്പ് ലംഘിച്ച് വനത്തിൽ അതിക്രമിച്ചു കയറി വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും വനം റേഞ്ചർ കെ പ്രമോദ് അറിയിച്ചു. UTV ന്യൂസ്, പാലക്കാട്.